ഫൈവ് സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവുക കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കൊടുത്ത വോയിസ് അല്ല, നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എടുത്ത സമയത്ത് പറഞ്ഞ ഒന്നും ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ശരിക്കും സൗണ്ട് കുറവായിരുന്നു, അത് എന്താണെന്ന് അറിയത്തില്ല, അത് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോകാനായിട്ട് തീരുമാനിച്ചതായിരുന്നു, വാഗമണ്ണ് പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വഴി നമ്മൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വഴി കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കിങ്ങിണി മോളുണ്ട്, ഏട്ടായി ഉണ്ട്, ഞാനുണ്ട്, കണ്ണനും കുഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വഴിയിൽ നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേരും കൂടെ കുഞ്ഞും കൂടെ കയറാനുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയൊരു മഞ്ഞും മഴയും ഒന്നും ഇല്ലാത്തൊരു ഇതിലാട്ടോ നമ്മൾ പോകുന്നത്. നല്ല സേഫായിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് മഴയൊന്നുമില്ല, നല്ല വെയിലാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വെയിലായിട്ടില്ല, എന്നാലും മഴയൊന്നുമില്ല കേട്ടോ. നല്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിലൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് വെയിലൊന്നുമില്ല, നല്ല മഞ്ഞ് മൂടി കിടക്കുക, അല്ല ഭയങ്കരമായിട്ടുള്ള തണുപ്പോ ബുദ്ധിമുട്ടാവുന്ന രീതിയിലൊന്നുമില്ല. നീ വന്നിട്ടില്ല അതല്ല മോള് നിന്നാ ഉരുളുണ്ടി കാരണം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് കണ്ടപ്പോൾ വണ്ടി നിർത്തി നമ്മൾ അവിടെ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. വലിയൊരു കുഴിയാട്ടോ താഴോട്ട്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പോണ വഴിക്ക് എവിടെ നോക്കിയാലും ഏത് സ്ഥലമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം വന്ന് എന്നെ നോക്കണ്ട്, ഞാൻ പുറകെ ഇരുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ എന്നെ നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര രസം, ആൾക്കാരൊക്കെ ഇവിടെ നിർത്തി ഇങ്ങനെ അവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നപ്പം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു പോകുന്നത്. രാവിലെ പോരണമെന്ന് വിചാരിച്ചു, പക്ഷെ പോലും നടക്കില്ല. 9-9:30 ആയപ്പോൾ വീട്ടിൽ പോകുന്നു. ഇപ്പം ഏകദേശം ഉച്ചയൊക്കെ ആവാറായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ട്, വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുന്നു. പൊഴിഞ്ഞെടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വഴിക്ക് എവിടെയെങ്കിലും ഒരു കഴിക്കാനൊക്കെ ഉള്ള നല്ല സ്ഥലത്തും കാണുമ്പോൾ അവിടെ നിർത്തി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പം 2 വശത്തും നല്ല പുല്ലാട്ടോ ഇങ്ങനെ. പിന്നെ ചെറിയ മഴയൊക്കെ നേരത്തെ പെയ്തതിൻ്റെ ചെറിയ ഉറവ് പോലെ 2 സൈഡിലൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ നിർത്തി നമ്മൾ ഫോട്ടോ എടുക്കാനോ ഒക്കെ കാണാനായിട്ട് ഇറങ്ങി. ചിലപ്പോൾ പുഴുവുണ്ടാവും ഇവിടെയൊക്കെ, പ്രത്യേകിച്ച് തേയിലക്കാടൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും പുഴുവുണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ കാണും. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ താമസിച്ചായിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ വാഗമണ്ണ് എത്തിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോരേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം, ഇതിന് മുമ്പും കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. വാഗമണ്ണ് നമ്മൾ പോയാലും വീണ്ടും കാണാൻ തോന്നുന്നു, കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയാണല്ലോ അവിടെ എല്ലാം കാണാൻ. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല മഞ്ഞായിരുന്നു, ഇന്നിപ്പം മഞ്ഞൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പിള്ളേരും അവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിന് മുമ്പ് കാണിച്ചത് അവിടെ സൈഡിലായിട്ട് ഒരു പട്ടിയുണ്ട് കേട്ടോ. 3 പട്ടി കിടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി 3 പട്ടിക്കുഞ്ഞ്, ഒരു പട്ടിക്കുഞ്ഞിനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ദേ കിടക്കുന്ന ഒരു വെള്ള പട്ടിക്കൂട്ട, നല്ല രസമായിട്ടോ. പിള്ളേർക്കൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഓടി ഇങ്ങ് വന്നു കേട്ടോ. അതിൻ്റെ എല്ലാ രസം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വിചാരിച്ചു അവൻ്റെ അമ്മ ഏറ്റവും ആദ്യം കിടക്കുന്നതായിരിക്കും അവൻ്റെ അമ്മ എന്ന് വിചാരിച്ചു. കാരണം അവൻ അവിടെ പോയി അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പാലൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അത് കുറേ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോഴാണ് അവൻ അവിടെ കിടക്കുന്ന 3 പട്ടിയുടെ അടുത്ത് പോയി അവൻ പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കിടക്കുന്ന 3 ഉണ്ട്. ഏറ്റവും ആദ്യം കിടക്കുന്നതിൻ്റെ ഇത്തിരി മുമ്പ് അവന് ഇതിൻ്റെ അടുത്ത് നിന്ന് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് 2ാമത്തേൻ്റെ അടുത്തും 3ാമത്തേൻ്റെ അടുത്തും പോയി ഒന്ന് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഇതായിരിക്കും അമ്മ, തൊട്ടിലായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. പിള്ളേരെല്ലാം ഇങ്ങനെ നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, പിള്ളേർക്കെല്ലാം കൂടെ. ആ പട്ടിക്കുഞ്ഞിനെ കാണാൻ നല്ല രസമാണ് കേട്ടോ, നല്ല വെളുത്തിട്ടൊരു പട്ടിക്കുഞ്ഞ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ ഓടി വന്നു, പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇനിയിപ്പം അവിടെ ഒരു ഗ്രില്ല് പോലെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ചിലപ്പം ചാടി വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊക്കെ എപ്പോഴും പോകുന്ന വഴിയാണല്ലോ. അത് അപ്പോൾ കണ്ണൻ ചേട്ടൻ കൂടെ അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്.
അപ്പോൾ അവിടുന്ന് കുറേ ഫോട്ടോയൊക്കെ അവിടെ നിന്ന് എടുത്തു. കണ്ണനും ചേട്ടായിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കുറേ റീലൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. വീണ്ടും ഞങ്ങൾ പോന്നു. പോരുന്ന വഴിയെല്ലാം നല്ല, അവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും മുഴുവൻ പച്ചപ്പാട്ടോ. ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ കണ്ടാൽ കൊതിയാവും കേട്ടോ. അതുപോലെ എന്ത് രസമാണെന്നറിയാം കാണാൻ. അപ്പം ഈ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഇറങ്ങി ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ മേത്തൂടെ എല്ലാം പുഴു കയറി കേട്ടോ. കുറേ പുഴുവായിരുന്നു തോട്ടപ്പുഴു ഉണ്ടല്ലോ. ഈ വളവങ്ങ് കയറി ചെല്ലുന്ന ആ ഒരു സ്ഥലത്തും കുറേ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിന് മുമ്പൊക്കെ വന്നപ്പോഴും ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ എന്ന് വന്നാലും കാണാം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഒരു ഇതായിരിക്കും. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി വണ്ടിയും കൊണ്ടുവന്ന് ചേട്ടായി മേലെ നിന്ന് നമ്മുടെ കാറ് വരുന്നതിൻ്റെ ഫോട്ടോ എടുത്താട്ടോ. അങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ മേളിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും കാർ അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ കാണാൻ എന്നാ രസമാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സൈഡ് നോക്കുക. നമ്മളിങ്ങനെ അകലേന്ന് അടുത്ത് ചെന്ന് നോക്കുന്നതിനേക്കാൾ അകലേന്ന് നോക്കുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. ഇവിടെയൊക്കെ നിർത്തി നമ്മൾ ഇത്തിരി നേരം കണ്ടിട്ടൊക്കെ ആട്ടോ പോയത്. ഇവിടെയൊക്കെ നിറയെ തേയിലത്തോട്ടം. അപ്പം ഇവിടെ ആൾക്കാർ ഇറങ്ങി ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയതായിട്ട് നമ്മൾ പൊതിച്ചോറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പൊതിച്ചോറിൻ്റെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്ത ഉണ്ടാക്കുന്ന പൊതിച്ചോറാക്കുന്നതൊക്കെ ആഡ് ചെയ്യാതിരുന്നത് ഭയങ്കര ലെങ്തായി പോകുമല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. പൊതിച്ചോറൊക്കെ പിള്ളേരൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്, ചേട്ടയും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ ചെറിയൊരു തണുപ്പ് ഇങ്ങനെ ഈ നമ്മുടെ വാഗമണ്ണൊക്കെ അടുക്കാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് തേയിലത്തോട്ടമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ചെറിയ തണുപ്പ്, ഒന്നും വലിയ രീതിയിലുള്ള തണുപ്പൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള തണുപ്പൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് പിള്ളേർക്ക് നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തു തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മൾ വാഗമൺ എത്തി. നമ്മൾ ആ മുകളിലേക്ക് മുട്ടക്കുന്ന് കയറാനായിട്ട് പോകുക കേട്ടോ. അപ്പോഴാണ് കുഞ്ഞു വണ്ടിയിലിരുന്ന് നമ്മുടെ പട്ടം കണ്ടത്. ഇവിടെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ പറയണേട്ടോ ഈ പട്ടത്തിൻ്റെ കാര്യം. അപ്പോൾ ഇതുവരെയും പട്ടമൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു. വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യം ഒത്തില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് പട്ടം വാങ്ങിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പട്ടമൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി നിൽക്കുക കേട്ടോ. കുഞ്ഞുവിന് ഭയങ്കര സന്തോഷമായി. അവിടെ അങ്ങോട്ട് നോക്കിയ പിള്ളേരെയും കൊണ്ടൊക്കെ ആ വഴി പോയി കഴിഞ്ഞാലും ഭയങ്കര ചിലവായിരിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ പിള്ളേരും അധികം ഒന്നും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. കുഞ്ഞുവിന് ഒരു പട്ടം വേണം, മേടിച്ച് തരാമോ എന്ന് അവൾ ചോദിച്ചു. അപ്പം ഒത്തിരി നാളായി അവൾ പറയാൻ തുടങ്ങിയില്ല. അപ്പോൾ വാങ്ങിച്ചു കൊടുത്തേക്കാന്ന് ഓർത്ത് പോയതാട്ടോ. കണ്ണൻ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു കളിപ്പാട്ടം വാങ്ങിച്ചു. ഇങ്ങനെ മോളും ഒരു കാറ്റാടി വാങ്ങിച്ചു. അല്ലാതെ വേറൊന്നും അങ്ങനെ ഇവരായിട്ട് വേണം എന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പട്ടമൊക്കെ വാങ്ങിച്ച് കുഞ്ഞു ഫുൾ ഹാപ്പി ആയിട്ടോ. അവൾക്ക്
ഒത്തിരി നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അവിടെ ഇതേയും കുതിരയൊക്കെ നിൽക്കുന്നുണ്ട്, കുതിര സവാരിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ നേരെ മുട്ടക്കുന്ന് കയറാനായിട്ട് പോവുക കേട്ടോ. നമ്മുടെ കിങ്ങിണിമോളൊക്കെ ആണെങ്കിൽ ഫുൾ ഓണാണ് കേട്ടോ. അവൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും എപ്പോഴും. അവൾക്ക് ഇങ്ങനെ തണുത്ത ഒത്തിരി കാറ്റൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒത്തിരി കാറ്റൊക്കെ ഉള്ള കിങ്ങിണിമോൾക്ക് ഇഷ്ടം. അപ്പോൾ കുഞ്ഞു ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞുവിന് ആ പട്ടം കിട്ടിയത് കൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാട്ടോ. അതുപോലെ പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചേട്ടായും പാസ്സൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറി പോകാനായിട്ട് നിൽക്കുക കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാട്ടോ. ഇപ്പം നമ്മുടെ ഭയങ്കര മഴയുടെ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസമായിട്ട് വെയിലൊക്കെ തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. മഴയാണെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രായമായിട്ടുള്ളവരും കുഞ്ഞു പിള്ളേരെയും കൊണ്ടും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ കയറിപ്പോൾ അപ്പോൾ കിങ്ങിണിമോൾ അവിടെ കയറാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ചെറിയൊരു അവൾക്ക് എന്തോ വേറെ പട്ടം ഒരെണ്ണം കൂടെ വേണം എന്ന് പറഞ്ഞു ഒരു വാശി പിടിച്ച് നിൽക്കുന്ന കേട്ടോ. അവൾക്ക് 2 പട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ നമ്മൾ ഇത് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെന്നിട്ട് അത് പട്ടം പറത്താനൊന്നും പറ്റില്ല. നമ്മുടെ ഇവിടെ വീട്ടിൽ എന്ന് വെച്ചാൽ മുഴുവനും റബ്ബറും അതുപോലെ മരങ്ങളൊക്കെ ഉള്ളിടത്ത് പട്ടം പറത്താനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് വെറുതെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് കയറിപ്പോയത്. പക്ഷേ ഇങ്ങനെ മോള് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇതിൽ ബാക്കിൽ നിൽക്കുക കേട്ടോ. അവൾ എൻ്റെ ഒപ്പം വരാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കയറുമ്പം തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം അതിനേക്കാളും ഇത്തിരിയും കൂടി 2 സൈഡിലും ഇതൊക്കെ ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ മോള് വരാത്തതുകൊണ്ട് ചേട്ടായി അവളെങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് കയറ്റിക്കൊണ്ട് പോകാൻ നോക്കും. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോട്ടെ വീഡിയോയ്ക്ക്. അപ്പോൾ മാളും അവരൊക്കെ ഫ്രണ്ടിൽ പോയി, ചേട്ടായി ഞാനും കൂടെ കിങ്ങിണിമോളെയും കൊണ്ട് കണ്ണനും കുഞ്ഞുമൊക്കെ ആ കൂടത്തിലങ്ങ് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.